ഈ മഞ്ചേരിയെ ഒരു നല്ല കാഴ്ചപ്പാടോടുകൂടി കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ചെയർമാനും ഒരു ഭരണസമിതിയും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ മഞ്ചേരിക്ക് ഉറപ്പ് നൽകുകയാണ്. മഞ്ചേരി തിരക്കിട്ട തിരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് കടക്കുകയാണ്. ഇടതുപക്ഷത്തിൻ്റെ പ്രതീക്ഷകളും മുന്നൊരുക്കങ്ങളും നമ്മളോട് പങ്കുവെക്കാൻ വേണ്ടി CPM ഏരിയ സെക്രട്ടറി ശ്രീ കെ ഫിറോസ് ബാബു നമ്മളോട് ചേരുകയാണ്. വാർഡുകളുടെ പുനർക്രമീകരണങ്ങൾ പൂർത്തിയായി, അതുപോലെ തന്നെ സംവരണ സീറ്റുകളും തീരുമാനമായി കഴിഞ്ഞു. മഞ്ചേരിയിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രതീക്ഷകൾ എന്തെല്ലാമാണ്? മഞ്ചേരി നിർബന്ധമായിട്ടും ഒരു ഭരണമാറ്റം ഇടതുപക്ഷം മാത്രമല്ല സാമാന്യ ജനങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ സത്യസന്ധരായിട്ടുള്ള കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും പ്രവർത്തകരും അതാണ് ആഗ്രഹിക്കുന്നത്. മഞ്ചേരിക്കാരുടെ ആകെ ആഗ്രഹവും താല്പര്യവുമായിട്ട് മഞ്ചേരിയിലൊരു ഭരണമാറ്റം അനിവാര്യമാണ് എന്ന് ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ തന്നെയാണ് മുന്നിലേക്ക് വെക്കുന്നത്. ഇതിനോടകം തന്നെ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റികളൊക്കെ ആയിക്കഴിഞ്ഞു. ഇടതുപക്ഷ കമ്മിറ്റികൾ വന്നുകൊണ്ടിരിക്കുന്നു. അതും ഈ ആഴ്ചയോട് കൂട്ടിയിട്ട് അത് പൂർത്തീകരിക്കും. വാർഡ് വിഭജനം ഒരു വലിയൊരു ആഘാതമില്ലാത്ത രീതിയിലേക്ക് ഒരു വികസനം നടത്താൻ കഴിയുന്ന രീതിയിലേക്കാണ് നടന്നിട്ടുള്ളത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ളൊരു വാർഡ് വിഭജനമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് എന്നുള്ളൊരു സംസാരം കൂടെ കേൾക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗമായിട്ട് ഡീലിമിറ്റേഷൻ കമ്മീഷൻ്റെ ഭാഗമായിട്ടുള്ള വാർഡ് വിഭജനമാണ് നടന്നുള്ളത്. അവിടെ വാർഡ് വിഭജനത്തിൻ്റെ ഒരു ആനുകൂല്യം ഞങ്ങൾക്ക് കിട്ടുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ആനുകൂല്യം ഉണ്ടോ? ഞങ്ങൾക്ക് ജനങ്ങളുടെ ആനുകൂല്യമുണ്ട്. വാർഡ് വിഭജനത്തിൻ്റെ ആനുകൂല്യത്തിൽ അധികമായിട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ജനങ്ങളുടെ ആനുകൂല്യമാണ്. എന്തായാലും ഞങ്ങൾ നോക്കുമ്പോൾ മെച്ചപ്പെട്ട ഒരു സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ജനങ്ങളുടെ ഒരു മനോവികാരം ഞങ്ങൾക്ക് അനുകൂലമാണ്. ഇടതുമുന്നണി മഞ്ചേരിയിൽ ഭരണം നടത്തുന്ന സമയത്താണ് ഇന്ന് മഞ്ചേരിയിൽ കാണുന്ന എല്ലാ തരത്തിലുള്ള വികസന കാഴ്ചകളും ഉണ്ടായിട്ടുള്ളത്. അതിന് ഉദാഹരണമായിട്ട് IGBT ബസ് സ്റ്റാൻഡ്, മഞ്ചേരിയിൽ കാണുന്ന ടൗൺ ഹാൾ, അങ്ങനെ സ്റ്റേഡിയം. ആ സ്റ്റേഡിയത്തിന് 25 ഏക്കർ ഭൂമി അക്വയർ ചെയ്ത് എടുത്തത് ഇടതുമുന്നണി ഭരിക്കുന്ന സമയത്താണ്. അന്ന് ആ സ്റ്റേഡിയത്തിന് സ്ഥലമെടുക്കുമ്പോൾ ഇടതുപക്ഷത്തെ ആ ഭരണ മുന്നണിയെ ആക്ഷേപിക്കാനാണ് മുസ്ലിം ലീഗും കോൺഗ്രസും UDF തയ്യാറായത്. ആലി മുസ്ലിയാർ, മാധവൻ നായർ തുടങ്ങിയിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ഉചിതമായ സ്മാരകം ഞങ്ങൾ പണിതു. ചെയർമാൻ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പിന് മുന്നേ പ്രഖ്യാപിക്കുമോ? അവിടെ അങ്ങേ പ്രതീക്ഷിക്കാമോ? തെരഞ്ഞെടുപ്പിന് മുമ്പ് ചെയർമാനെ പ്രഖ്യാപിക്കുന്ന ഒരു രീതി ഇടതുമുന്നണിക്കില്ല. പിന്നെ എൻ്റെ കാര്യം അങ്ങനെ തീരുമാനിക്കാൻ കഴിയില്ല. ഞാനും പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ഉറപ്പ് നമുക്ക് തരാൻ കഴിയും. ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളും അതിലേറ്റവും മികച്ച ചെയർമാനും ഈ മഞ്ചേരിയെ ഒരു നല്ല കാഴ്ചപ്പാടോടുകൂടി കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ചെയർമാനും ഒരു ഭരണസമിതിയും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ മഞ്ചേരിക്ക് ഉറപ്പ് നൽകുകയാണ്.